പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനി താഴ്മയുടെ നിറകുടമായിരുന്നു. താഴ്മ പഠിക്കണമെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് പറയത്തക്ക വിധം അത്രമാത്രം സ്വയം താഴ്മ ധരിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമി പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ ബാവ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പിൻഗാമി താഴ്മ ധാരാളമുള്ള ആളാണ്, എന്നാൽ താഴ്മ ഒരല്പം കൂടിപ്പോയോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ താഴ്മ ധരിച്ചയാളായിരുന്നു. എന്നാൽ സഭയ്ക്ക് അപകടമുണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടതായ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞാടിനെ പോലെ മൗനിയായിരുന്നതായ പരിശുദ്ധ ബാവ തിരുമേനി സിംഹത്തെ പോലെ എഴുന്നേറ്റ് ഗർജിക്കുവാനും മടിച്ചില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സഭയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നതായ അവസരത്തിൽ എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിച്ച് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്ന് പറയുന്ന സിംഹാസനമില്ല എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു കൽപ്പന പോലും മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന എന്ന തലവാചകമില്ലാതെ ഞാൻ എഴുതുകയില്ല എന്ന് തീരുമാനമെടുത്ത് ഉറപ്പിച്ച് അത് നടപ്പാക്കിയ പിതാവും കൂടെയാണ്. താഴ്മ ധരിച്ചവനായ ഭരണകർത്താവായിരുന്നു പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനി. പരിശുദ്ധ സഭയ്ക്ക് സുറിയാനി ഭാഷയിലും സുറിയാനി ലിറ്ററേച്ചറിനുമൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പലരും പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ സുറിയാനി പണ്ഡിതനായിരുന്ന ബാറബറായിക്ക് ശേഷം പരിശുദ്ധ ഔഗേൻ ബാവയുടെ അത്രയും സുറിയാനി അറിയാവുന്ന, സുറിയാനിയിൽ പറയാനും എഴുതാനും കവിത രചിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു പിതാവ് വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം സുറിയാനിയുടെ ഉറവിടത്തിൽ തന്നെ പോയി സുറിയാനി പഠിച്ചു. നാട്ടിലെ പ്രാരംഭ പഠനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഇവിടെ വന്ന് മെത്രാപ്പൊലീത്തായി സ്ഥാനമേറ്റതിന് ശേഷവും അനേകം പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടതായിട്ട് വന്നു. സത്യത്തെ തിരിച്ചറിഞ്ഞാൽ ആ സത്യത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അത് സ്വന്തക്കാരുടെയും സ്വന്തം ആളുകളുടെയും കയ്യിൽ നിന്ന് ശത്രുത പിടിച്ചുപറ്റുവാനായിട്ട് കാരണമാക്കി. അങ്ങനെ അവരെല്ലാവരും അദ്ദേഹത്തെ ദ്രോഹിച്ചു. താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അടിച്ച് ഇറക്കി വിട്ടു. അതുപോലെയുള്ളതായ തിക്താനുഭവങ്ങളെല്ലാം നേരിടേണ്ടി വന്നിട്ടും താൻ എടുത്തതായ നിലപാടിന് യാതൊരു മാറ്റവുമില്ലാതെ കാതോലിക്കേറ്റിന്റെ ആ സ്വാതന്ത്ര്യത്തിനും കാതോലിക്കേറ്റിന്റെ വലിയ ഉയർച്ചയ്ക്കും വേണ്ടി അവസാനം വരെ നിലകൊള്ളുകയും അവസാനം മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായി വിരോധിക്കപ്പെടുകയും ചെയ്ത വന്യ പിതാവാണ്. അദ്ദേഹം മരിച്ചിട്ട് 50 വർഷങ്ങൾ തികയുന്നു. ആ ഓർമ്മ അടുത്ത ആഴ്ച നമ്മൾ നടത്തുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്.